ഹായ് കൂട്ടുകാരെ, ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഞാൻ ദേ കഴിക്കാൻ പോവാം. ആദ്യം തന്നെ ചൂട് ചോറ്. ഇനി നമുക്ക് കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ചട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ചട്ടി തന്നെ, മത്തിപ്പീര. ഒന്നും അങ്ങോട്ട് ഓടിയിട്ടില്ല. ആ സമയത്ത് നാട്ടുമീനായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ചട്ടി കഴുകി വെക്കായിരുന്നു. പിന്നെ ഇന്നലത്തെ പപ്പടം മുളകിട്ട് വറുത്തതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണ്. ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പൊട്ടറ്റോയൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച് ഇങ്ങനെ കറി വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ വെച്ച കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ സവാളയൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഒരു കഷ്ണം ഉള്ളി ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കില്ല അതുപോലെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബീട്രൂട്ട് തോരൻ. ഇത് പിള്ളേർക്കൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നുവെച്ചാൽ ചെറുതിനധികം എരിവൊന്നും വേണ്ടല്ലോ, അത് കാരണം അതുമുണ്ട്. പിന്നെ ഇന്നായിരുന്നു നമ്മുടെ സ്പെഷ്യൽ അച്ചാർ, ബീട്രൂട്ട് അച്ചാർ. ഇപ്പം അത് സെറ്റാട്ടോ. കുപ്പി തുറന്നപ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി. എനിക്ക് പോയാലാ പറയാനായിട്ട്. ആ പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ ഇപ്പം. എൻ്റെ പൊന്നേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കൂട്ടി കഴിക്കണം. എന്നാലേ ഇതായിരുന്നു എൻ്റെ സ്പെഷ്യലൊക്കെ. കണ്ട കളർഫുള്ളായ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ ചോറിൻ്റെ ഇട്ട് വരാം. ബായ്. ഹായ് കൂട്ടുകാരെ, ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഞാൻ ദേ കഴിക്കാൻ പോവാം. ആദ്യം തന്നെ ചൂട് ചോറ്. ഇനി നമുക്ക് കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ചട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ചട്ടി തന്നെ, മത്തിപ്പീര. ഒന്നും അങ്ങോട്ട് ഓടിയിട്ടില്ല. ആ സമയത്ത് നാട്ടുമീനായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ചട്ടി കഴുകി വെക്കായിരുന്നു. പിന്നെ ഇന്നലത്തെ പപ്പടം മുളകിട്ട് വറുത്തതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണ്. ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പൊട്ടറ്റോയൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച് ഇങ്ങനെ കറി വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ വെച്ച കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ സവാളയൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഒരു കഷ്ണം ഉള്ളി ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കില്ല അതുപോലെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബീട്രൂട്ട് തോരൻ. ഇത് പിള്ളേർക്കൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നുവെച്ചാൽ ചെറുതിനധികം എരിവൊന്നും വേണ്ടല്ലോ, അത് കാരണം അതുമുണ്ട്. പിന്നെ ഇന്നായിരുന്നു നമ്മുടെ സ്പെഷ്യൽ അച്ചാർ, ബീട്രൂട്ട് അച്ചാർ. ഇപ്പം അത് സെറ്റാട്ടോ. കുപ്പി തുറന്നപ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി. എനിക്ക് പോയാലാ പറയാനായിട്ട്. ആ പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ ഇപ്പം. എൻ്റെ പൊന്നേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കൂട്ടി കഴിക്കണം. എന്നാലേ ഇതായിരുന്നു എൻ്റെ സ്പെഷ്യലൊക്കെ. കണ്ട കളർഫുള്ളായ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ ചോറിൻ്റെ ഇട്ട് വരാം. ബായ്.